ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രോൺസ് എടുത്ത് അന്നോട്ട് കേൾക്കുന്നതാണ് വണ്ടി എങ്ങനെയുണ്ടെന്ന്. വണ്ടി എടുത്തപ്പോൾ ഒരു 7-8 മാസത്തിനുള്ളിൽ ഞാൻ റിവ്യൂ ഇടുകയാണ്. വണ്ടി കയറ്റം കയറുന്നൊരു വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ചെങ്കുത്തായ ഒരു കയറ്റമാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. കേട്ടോ, അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ്, ഒട്ടും മോശമില്ലാത്തൊരു വലിയൊരു കയറ്റമാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മുടെ ഫ്രോൺസിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഒറ്റയടിക്ക് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു രേഖയാണിത് കണ്ടുമ്പോൾ തന്നെ. ഓക്കെ, നമ്മളപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ വണ്ടി ഇപ്പോൾ അത്യാവശ്യം വലിയൊരു കയറ്റമാണ്. വീട് കണ്ടോ, വീടിൻ്റെ സൈഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും കയറ്റത്തിൻ്റെ വലിപ്പം എന്തോരമുണ്ട്, എത്ര വലിയ കയറ്റമാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും വണ്ടി അപ്പം കയറ്റം കയറാൻ തുടങ്ങുകയാണ്. അല്ല കേസ്, വണ്ടി ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇത്ര വലിയ കയറ്റം കയറാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് നോക്കട്ടെ, കയറാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തായാലും നിർത്തിയിട്ട് ഒന്ന് ഫസ്റ്റ് ഇട്ടൊന്ന് ആദ്യം തൊട്ടൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു, ഇറങ്ങി പോവുകയാണ്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കയറുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നോക്കട്ടെ കയറുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഇറങ്ങിപ്പോവാണ് കേസ്, തീരെ നടക്കുന്നില്ല, കയറാൻ ഭയങ്കര പാടാണ്. കാരണം അത്രയും വലിയ കാറ്റാണ്, ഒരു ലിമിറ്റിന് മുകളിലുള്ള കാറ്റാണ്. എന്തായാലും ഫസ്റ്റിലേക്ക് ഇട്ട് നമുക്കൊന്ന് ആഞ്ഞെടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആ ഫസ്റ്റിലേക്ക് ഇട്ട് ഇനീഷ്യൽ ടോർക്ക് കൊടുത്തെടുത്ത് കഴിയുമ്പോൾ വണ്ടി കയറി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്തിൽ തന്നെ കയറി പോകുന്നുണ്ട്, വലിയ ഇഷ്യൂസ് ഇല്ലാണ്ട് തന്നെ കയറി പോകുന്നുണ്ട്. അത്യാവശ്യം വലിയ കയറ്റാണ് കേട്ടോ. കണ്ടോ, സൈഡിലെ വീടൊക്കെ നോക്കി കഴിഞ്ഞാലും ആ പോസ്റ്റ് വെക്കുന്ന ആംഗിൾ കണ്ടോ, ആ ആംഗിൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റത്തിൻ്റെ പകുതിയോളം അടുത്തെത്താറായിട്ടുണ്ട്. ഒന്ന് വലിയുന്നുണ്ട്, എന്നാലും വീണ്ടും കയറി പോകുന്നുണ്ട്. ചെറിയൊരു സ്ലോപ്പ് പോലെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഒരു സമാധാനമുണ്ട്, കയറി പോകുന്നുണ്ടെന്നാലും കേസ്. പക്ഷേ വലിയൊരു വളവ് കണ്ടോ, ഈ വളവിൽ നമ്മൾ ഇത്തിരി സാധാരണ വണ്ടികളൊക്കെ കോംപ്ലിക്കേഷൻ ആവാറുണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ഇതിലെ വണ്ടി കയറി പോകാൻ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെ കയറി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ വീടിൻ്റെ മുറ്റവും നമ്മുടെ റോഡും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കി, എന്ത് വലിയ കയറ്റമാണെന്ന് നോക്കി. കയറ്റപ്പോഴും തീരുന്നില്ല, അത്യാവശ്യം വലിയ കയറ്റം തന്നെയാണ്. അത്യാവശ്യം വളരെ ഭേദപ്പെട്ട കയറ്റം തന്നെയാണ്, ഒട്ടും മോശമില്ലാത്ത കയറ്റമാണ്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കട്ടെ എന്തോരം പോകും നോക്കാം. ഏറെക്കുറെ മുകളിൽ എത്തിയിട്ടുണ്ട് കേസ്, എത്താറായി. നമ്മൾ ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. ഫ്രോൺസ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല പവറുണ്ട്, പെർഫോമൻസ് ഉണ്ട്. എനിക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് തന്നെ കിട്ടിയേക്കണം. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഈ വഴിയൊന്നും വണ്ടി അധികം കയറാറില്ല, എല്ലാവരും ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി വരാറെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. വണ്ടി അടിപൊളിയാണ്, വണ്ടി സൂപ്പറാണ്. വണ്ടിക്ക് പവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഒട്ടും മോശമല്ല വണ്ടി. അത്യാവശ്യം കണ്ടോ കയറ്റത്തിൻ്റെ അവസ്ഥ നോക്കാം. ബാക്ക് ക്യാമറയാണ് കാണുന്നത്, ബാക്ക് ക്യാമറയിൽ നോക്കി എന്തോരം സൂപ്പറായിട്ട് വണ്ടി കയറി നിന്ന്. അപ്പോൾ ഫ്രോൺസിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അത്യാവശ്യം പവർ പെർഫോമൻസ് കുഴപ്പമില്ല. 1.2 ലിറ്ററാണ്, ടർബോ ഉള്ള വണ്ടിയല്ല, ടർബോ ഇല്ലാത്ത വണ്ടിയാണ് എൻ്റെ. അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്ര വലിയൊരു കയറ്റം വളരെ സിമ്പിൾ, വളരെ കൂളായിട്ട് തന്നെ കയറി പോകുമെന്ന് പറയാം. ഇനി വേറെ പ്രൂഫൊന്നും വേണ്ടല്ലോ അല്ലേ, വണ്ടി സൂപ്പറാണെന്ന് പറയാം. ഓക്കെ, വണ്ടിയുടെ പെർഫോമൻസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ.